വെൽക്കം ടു Xylem ലേണിംഗ് മക്കളെ. അമൃത മിസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസടാ നമ്മൾ ആവറേജ് എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചു തീർത്താണ് അല്ലേ. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു തീർക്കാൻ പറ്റിയൊരു ചാപ്റ്റർ ആയിരുന്നു ആവറേജ് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മകളെ അതിൽ ഒരുപാട് ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഒരൊറ്റ ഇക്വേഷൻ തന്നെ പല 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 രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കൾക്ക് ആ ഇക്വേഷൻസ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ ഒരു ട്രിക്കുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ മക്കളെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇക്വേഷൻസ്. എന്തൊക്കെയായിരുന്നു? ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലേ. ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ആകെ തുക ഹരിക്കണം എണ്ണം അല്ലേ. ആകെ തുക ഹരിക്കണം എണ്ണം. ഇതാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ ചില ക്വസ്റ്റിൽ എന്തായിരിക്കും? ആവറേജും തരും എണ്ണവും തരും, ടോട്ടൽ സം തരത്തില്ല അല്ലേ. ആവറേജും തരും നമ്പർ ഓഫ് ഐറ്റംസും തരും, ടോട്ടൽ സം കാണത്തില്ല. അപ്പോൾ ടോട്ടൽ സം കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇതാ, ടോട്ടൽ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഐറ്റംസ് അല്ലേ. അതായത് ആകെ തുക തന്നിട്ടുണ്ടാവില്ല. ആകെ തുക കാണാൻ വേണ്ടി നമ്മൾ എന്ത് ഇക്വേഷൻ എടുക്കും? ശരാശരി ഗുണിക്കണം എണ്ണം. ചില ക്വസ്റ്റിൽ എന്തായിരിക്കും? എണ്ണം തന്നിട്ടുണ്ടാവില്ല, പകരം ആവറേജും തരും ടോട്ടലും തരും. കണ്ടുപിടിക്കേണ്ടത് എണ്ണമായിരിക്കും. അപ്പോഴും നമുക്ക് കൺഫ്യൂഷനാ അല്ലേ. അയ്യോ ഗുണിക്കണോ അല്ലെങ്കിൽ ഹരിക്കണോ? ഫുൾ കൺഫ്യൂഷനാ. മൂന്നേ ആൾക്കാരേ ഉള്ളൂ. ആരൊക്കെയാണ്? ആവറേജ്, ടോട്ടല്, നമ്പർ. ഈ 3 ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഇവരെ ഗുണിക്കണോ ഹരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ മിസ് അത് മാറ്റാൻ വേണ്ടി ഒരു ഈസി ട്രിക്ക് ഉണ്ട്. ഒരൊറ്റ ചിത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എക്സാമിന് സമയത്ത് എപ്പോഴെങ്കിലും അതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴോ എന്തോ ആവട്ടെ, ആവറേജിൽ നിങ്ങൾക്ക് എപ്പോൾ ഒരു ഡൗട്ട് വരുമ്പോഴും എന്ത് ചെയ്യുക? ഈ ഒരു പിക്ചർ അങ്ങ് വരച്ച് വെക്കുക. റെഡി? ഈ ഒരു ചിത്രം അങ്ങ് വരച്ച് വെച്ചാൽ മക്കൾക്ക് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാ ഇക്വേഷൻസും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാണിച്ചു തരട്ടെ. ആദ്യം നമ്മൾ പറയുന്നത് ആവറേജിൻ്റെ ഇക്വേഷനാണ്. അതായത് ശരാശരി എങ്ങനെ കണ്ടുപിടിക്കാം. ശരാശരി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ഹരിക്കണം നമ്പർ. ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. ഇതാ, ആകെ തുക ഹരിക്കണം എണ്ണം. ആകെ തുക ഹരിക്കണം എണ്ണം. സിമ്പിൾ അല്ലേ? ഇനി നേരെ മറിച്ച് നമ്പർ ആണ് കാണേണ്ടതെങ്കിലോ, എണ്ണമാണ് കാണേണ്ടതെങ്കിലോ, ആകെ തുക ഹരിക്കണം ശരാശരി. ആകെ തുക ഹരിക്കണം ശരാശരി. അല്ലെങ്കിൽ നമ്പർ കാണാൻ എന്താ ചെയ്താൽ മതി? ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ആവറേജ്. ഡിവൈഡഡ് ബൈ ആവറേജ്. ഇനി നേരെ മറിച്ച് ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ, ടോട്ടൽ സം ആകെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ, സിമ്പിൾ. ആവറേജ് ഇൻറ്റു നമ്പർ. ശരാശരി ഗുണിക്കണം എണ്ണം. ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്താൽ മതി. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യവും എക്സാം എഴുതാം, മീൻസ് ഈ ശരാശരി അല്ലെങ്കിൽ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ചെറിയ ചിത്രം സൈഡിൽ അങ്ങ് വരച്ച് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ പിന്നെ മക്കൾക്ക് എന്ത് ചെയ്യില്ല? തെറ്റിപ്പോകത്തില്ല. ഇക്വേഷൻസ് എന്ത് ചെയ്യില്ല? മറന്നു പോവില്ല. കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈസി അല്ലേടാ? അപ്പോൾ ഇപ്പം തന്നെ നോട്ട് എടുക്കുക. ഈ ഒരു പിക്ചർ കോപ്പി ചെയ്ത് വെക്കുക. ഇത് പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ എവ്രി വൺ.